നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അധിക്ഷേപ പരാമർശം നടത്തിയ സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപകൻ പട്ടാമ്പി കിഴായൂർ കണ്ണംപറമ്പിൽ KC വിപിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റിലെ മോശം പരാമർശത്തിന്റെ പേരിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് KC വിപിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ ചാലിശ്ശേരി പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ SFI സംഘടനകൾ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അശ്ലീല പദപ്രയോഗങ്ങൾ കൂട്ടിച്ചേർത്ത് കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ല എന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പരാതിക്ക് ആധാരം. ഡിവൈഎഫ്ഐ കറുകപ്പുത്തൂർ മേഖലാ സെക്രട്ടറി TR കിഷോറാണ് അധ്യാപകനെതിരെ ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. സംഭവം വിവാദമായതോടെ അധ്യാപകൻ പോസ്റ്റിൽ തിരുത്തലുകൾ വരുത്തിയെങ്കിലും പഴയ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. തിരുവേഗപ്പുറ കൈപ്പുറം ചെമ്പ്ര റോഡിലെ കൈപ്പുറം പാലത്തിന്റെ വശങ്ങളിൽ രൂപപ്പെട്ട ഗർത്തം അപകട ഭീഷണി ഉയർത്തുന്നു. 6 അടിയോളം താഴ്ചയിലാണ് പാതാളക്കുഴി രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് പരാതി. ഇതിലൂടെയുള്ള യാത്ര ഭീതിജനകമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് നവീകരിച്ച തിരുവേഗപ്പുറ കൈപ്പുറം ചെമ്പ്ര റോഡിലാണ് കൈപ്പുറത്ത് സമീപത്തെ പാലത്തിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിന് കുറുകെയുള്ള പാലത്തിന് മുകളിലാണ് 6 അടിയോളം നീളത്തിലുള്ള ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. പാലത്തിന്റെ സ്ലാബിന്റെ ഇരുവശങ്ങളുമായാണ് വലിയ കുഴികൾ ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ ബസ്സുകളും സ്വകാര്യ ബസ്സുകളും അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണ് ഇത്. വെളുത്തൂരിലെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ലോഡുമായി വലിയ വാഹനങ്ങളും ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. പഞ്ചായത്തിന്റെ 7, 9 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന് 50 വർഷത്തോളം പഴക്കമുണ്ട്. കോടികൾ മുടക്കിയാണ് ഈ പാത 2 വർഷം മുമ്പ് നവീകരിച്ചത്. അന്നും പാലത്തിന് ബലക്ഷയം ഉള്ളതായുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ആദ്യം ഇതിന് റോഡിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു കുഴി കണ്ടു. ആ കുഴി കണ്ട സമയത്ത് അതിൽ ഞങ്ങൾ 2 കല്ലൊക്കെ വെച്ചിട്ട് അതിനുശേഷം ആള് ചാടണ്ടെന്ന് വിചാരിച്ച് കല്ലൊക്കെ വെച്ചു. കല്ല് വെച്ചതിന് ശേഷം അറിയിച്ചു, ഇതിന്റെ കോൺട്രാക്ടർ അറിയിച്ചു ഇങ്ങനെ ഒരു കുഴി ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ കോൺട്രാക്ടർ വന്ന് അതിന്റെ ഇത് നോക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും മന്ത്രിയെ വിളിച്ചു. മന്ത്രി വിളിച്ചപ്പോൾ പിറ്റേ ദിവസം ഇതിന്റെ PWD വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് തന്നെ ശരിയാക്കും പറഞ്ഞു. അവിടെ ഒന്ന് ശരിയാക്കി ശരിയാക്കി കഴിഞ്ഞാൽ ആ കുഴി കടച്ചപ്പോ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു മഴയുള്ള കാലാണ് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കുഴി വന്നു. അപ്പൊ PWD അറിയിച്ചപ്പോൾ അവര് വന്ന് അതിന്റെ എഞ്ചിനീയേഴ്സ് ഒക്കെ വന്നിട്ട് 2 സൈഡും നോക്കിയിട്ട് പറഞ്ഞു ഈ പാലത്തിന്റെ 2 സൈഡും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത് ഇനി പുതിയ പാലം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ മാർഗം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കുഴി മാത്രമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, നേരെ കുറച്ച് 2 സൈഡും റോഡ് പൊട്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അത് കണ്ടിരുന്നില്ല, അതുകൊണ്ട് ആരും അറിയിക്കുകയും ചെയ്തില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു കുഴി പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പാലം ശരിക്കും അപകടത്തിലായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് PWD ആളുകൾ വന്ന് ഇത് പരിശോധിച്ച് ആളുകൾ, ചെറിയ കുട്ടികളെ കിട്ടിയ സ്കൂൾ ബസ്സുകളും പിന്നെ അതുപോലെ സ്ഥിരമായി ബസ്സുകൾ പോകുന്ന റൂട്ടാണ്, ആളുകൾ നന്നായിട്ട് എന്നാൽ പാലം പുതുക്കി പണിയാനുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ കാലവർഷക്കെടുതിയിലും പാലത്തിന്റെ ഇരുവശത്തുള്ള കരിങ്കൽ കെട്ടിനും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പാലത്തിന് മുകളിലെ കുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നാട്ടുകാരുടെയും മറ്റും നേതൃത്വത്തിൽ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വെളുത്തൂര് മെയിൻ റോഡാണിത്. അത് വെളുത്തൂര് മാത്രമല്ല, ചെമ്പ്ര, പൈലിപ്പുറം, നാടപ്പറമ്പ്, വെള്ളിയങ്കല്ല് അങ്ങനെ ഒരുപാട് ഭാഗത്തേക്ക് വണ്ടികൾ പോകുന്ന ഒരു മെയിൻ പാലം കൂടിയാണ് ഈ പാലം. ഇപ്പോ ചെമ്പ്ര റോഡുകൾ ചെറിയ ചെറിയ തകരാറുകൾ കാരണം വണ്ടികളൊക്കെ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല വെളുത്തൂരാണ് അത്യാവശ്യം ഈ ബിസിനസ് ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചരക്ക് വാഹനങ്ങളും മറ്റൊക്കെ കടന്നു പോകുന്നതാണ്. ഇതുപോലത്തെ അവസ്ഥ വരുമ്പോൾ കുട്ടികൾ സ്കൂൾ യാത്രകൾ, മറ്റുള്ള ആവശ്യങ്ങൾ, ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട ഹോസ്പിറ്റല്, എമർജൻസി ആവശ്യങ്ങൾക്കൊക്കെ ഇത് ബാധിക്കും. അപ്പൊ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ്. അപകടാവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനപ്രതിനിധികളും സ്ഥലത്തെത്തി ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇവിടെ കൈപ്പുറം വെളുത്തൂർ ചെമ്പ്ര റോഡ്, അതായത് നിലവിലിപ്പോ PWD റോഡ് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇത് നവീകരണം പൂർത്തീകരിച്ച ഒരു റോഡാണ്. നമ്മുടെ വെളുത്തൂരിലേക്ക് കിടക്കുമ്പോൾ, കൈപ്പുറത്ത് നിന്ന് വെളുത്തൂരിലേക്ക് കിടക്കുന്ന സമയത്ത് ചെമ്പ്ര കുറുകെയുള്ള നിലവിലുള്ള പാലത്തിന്റെ ഭാഗത്ത് ഒരു റോഡിൽ ഒരു വിള്ളൽ കാണുകയുണ്ടായി. ഈ വലിയ ഒരു കാലവർഷക്കെടുതിയിൽ ഈ പാലത്തിന്റെ അരികിലൂടെ ആയി വെള്ളം കയറി പോകുന്നത് കാരണമായിരിക്കാം എന്നാണ് തോന്നുന്നത്. വലിയ ഒരു ഗർത്തം ഇവിടെ രൂപപ്പെടുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മെമ്പർ എന്ന നിലയ്ക്ക് വിളിച്ചിരുന്നു. അതേസമയം തന്നെ നമ്മൾ ഇത്
PWD AEയുടെ ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് ഇന്ന് തന്നെ ഇത് പെട്ടെന്ന് ഇവിടെ വീപ്പ വെച്ച് അതായത് ഗതാഗതത്തിന് തടസ്സം വരാത്ത രൂപത്തിൽ അപകടം ഉണ്ടാവരുത് എന്നുള്ളൊരു നിലയ്ക്ക് അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അവർ ഇന്ന് തന്നെ സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടാമ്പി ആമയൂർ CK ട്രാവൽസിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 5-ന് ഹജ്ജ് ഉംറ സംഗമം സംഘടിപ്പിക്കും. സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹജ്ജ് ഉംറ സേവന രംഗത്തെ കാൽനൂറ്റാണ്ടിലധികമായി സുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്ന ആമയൂർ CK ട്രാവൽസിന്റെ നേതൃത്വത്തിലാണ് ഓഗസ്റ്റ് 5-ന് ഹജ്ജ് ഉംറ സംഗമം സംഘടിപ്പിക്കുന്നത്. ആമയൂർ AM പാലസ് തോട്ടത്തിൽ വെച്ചാണ് സംഗമം ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ സംഗമം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ 2026 വർഷത്തേക്കുള്ള ഹജ്ജിന്റെ ആദ്യ പാസ്പോർട്ട് സ്വീകരിക്കൽ നടക്കും. കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര ഉപാധ്യക്ഷൻ ഷൈഖുന നെല്ലായ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ പാസ്പോർട്ട് സ്വീകരിക്കൽ നിർവഹിക്കും. സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആമയൂർ CK ട്രാവൽസ് സംഘടിപ്പിക്കുന്ന ഹജ്ജ് ഉംറ സംഗമം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഓഗസ്റ്റ് 5-ാം തീയതി ചൊവ്വാഴ്ച കാലത്ത് 9 മണി മുതൽ ആമയൂർ MM പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ബഹുമാന്യനായ സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ 2026 വർഷത്തേക്കുള്ള ഹജ്ജിന്റെ ആദ്യ പാസ്പോർട്ട് സ്വീകരിക്കൽ കർമ്മം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര ഉപാധ്യക്ഷൻ ഷൈഖുന നെല്ലായ ഉസ്താദ് അവர்கள் നിർവഹിക്കുകയാണ്. പ്രഗത്ഭരായ ധാരാളം സാദാത്യങ്ങളും പണ്ഡിതന്മാരും സമ്മേളിക്കുന്ന സംഗമത്തിൽ മലയാളക്കരയുടെ ഇഷ്ടപ്രഭാഷകൻ ബഹുമാന്യനായ ഉസ്താദ് നവാസ് മന്നാനി പനവൂർ ഉദ്ബോധന പ്രഭാഷണം നടത്തുക. ഉസ്താദ് നവാസ് മാന്നാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തും. സംഗമത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് സൗജന്യമായും 4 പേർക്ക് 50% ഡിസ്കൗണ്ടിലും ഉംറ ചെയ്യുവാനുള്ള അവസരം ഒരുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ വർഷവും ഇങ്ങനെ ഹജ്ജ് ഉംറ സംഗമം സംഘടിപ്പിക്കാറുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത ഈ കഴിഞ്ഞ വർഷങ്ങളിലായി ഓരോ വർഷവും 2000-ലേറെ ഹാജിമാര് CK ട്രാവൽസിന്റെ കീഴിലായി പല ബാച്ചുകളിലായി ഹജ്ജിനും ഉംറക്കും പോവാറുണ്ട്. അവർക്കൊക്കെ ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഹജ്ജ് ഉംറ സംഗമം എന്നുള്ളത്. ആ യാത്രയിലുള്ള സൗഹൃദം പുതുക്കാനും അവരുടെ ആ ബന്ധങ്ങളൊക്കെ ഒന്ന് പുനഃപരിശോധിക്കാനും ഒക്കെയുള്ള ഒരവസരമായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നറുക്ക് കൊടുത്തുകൊണ്ട് ഒരാൾക്ക് സൗജന്യമായും 4 പേർക്ക് 50% ഡിസ്കൗണ്ടിലും ഈ വർഷം ഉംറ ചെയ്യാനുള്ള സൗകര്യവും ഏർപ്പെടുത്തുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ CK ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റഷീദ് ഹാജി ആമയൂർ, സെയ്ദ് ഷാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ, CK ഉമർ അൻവരി കാരക്കാട്, സുലൈമാൻ ഹാജി ആമയൂർ, P മുഹമ്മദ് മുസ്തഫ ഹാജി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. നമ്മുടെ മക്കത്തും മദീനത്തും നമുക്ക് നിൽക്കാവുന്ന 5 പാക്കേജുകളും ഓഗസ്റ്റ് 3, ഓഗസ്റ്റ് 10, ഓഗസ്റ്റ് 24, ഓഗസ്റ്റ് 31 എന്നീ ദിവസങ്ങളിൽ പാക്കേജുകളുണ്ട്. കൂടാതെ എല്ലാ ആഴ്ചകളിലും ഓരോ പാക്കേജ് വിഭാവനം ചെയ്തിട്ടുണ്ട്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരണം പൂർത്തീകരിച്ച സ്റ്റേജ് വിദ്യാലയത്തിന് സമർപ്പിച്ചു. പൂർവ്വ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് സുവർണ സ്മൃതി എന്ന് പേരിട്ട സ്റ്റേജ് നവീകരിച്ചത്. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ അധ്യക്ഷയായി. വിജയൻ ചാത്തന്നൂർ, ശിവരാമൻ നാഗലശ്ശേരി എന്നിവർ വിശിഷ്ടാതിഥികളായി. മനോമോഹൻ, ഷെറീന, VR രേഷ്മ, TS പ്രേമ, PV സുഭദ്ര, PP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. 7ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഉപജീവന മാർഗത്തിനായിക്കൊണ്ട് കേരള കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കുവാനാണ് ചെയ്തത്. അങ്ങനെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ കഥകളിയിലെ എല്ലാ വിഷയത്തിലും അദ്വിതീയയായിരുന്ന കലാമണ്ഡലം കേശവൻ ചേർന്ന
അധ്യാപകന്റെ. അദ്ദേഹം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പട്ടാമ്പി MES ഇന്റർനാഷണൽ സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. KSBA തങ്ങൾ അനുസ്മരണവും നടന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിച്ചു. MES കേരള ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ചാണ് പട്ടാമ്പി MES ഇന്റർനാഷണൽ സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചത്. മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ഇതോടൊപ്പം KSBA തങ്ങൾ അനുസ്മരണവും സംഘടിപ്പിച്ചു. MES കേരള പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യമാണ് ഇന്നത്തേതെന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു. ഐക്യമുണ്ടെങ്കിൽ എന്തും നേടാൻ കഴിയുള്ളൂവെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഞാനത് എപ്പോഴും പറയാറുണ്ട്. കോൺഗ്രസ്സുകാരായ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ പരസ്യമായിട്ട് നമ്മൾ കോൺഗ്രസ്സുകാരെ വിമർശിച്ചാൽ പോലും അമ്മ എല്ലാവരും കിട്ടാനൊന്നും വരില്ല. അല്ലെങ്കിൽ ഊരുവിലക്കൊന്നും കൽപ്പിക്കില്ല. ഊരുവിലക്കൊന്നും മനസ്സിലായി. ഞങ്ങൾ ആൾക്കാരുടെ ലംഘനത്തിൽ പണിയുണ്ട്. എന്തെങ്കിലും പറ്റാത്ത പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ അത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ CBSE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കോഴിക്കോട് രാജാ റെസിഡൻസ് സ്കൂളും പട്ടാമ്പി അബൂബക്കർ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ ഒരു സ്കൂൾ. NSSനും SNDPക്കും ധൈര്യമില്ലാത്ത സംഭവമാണ് നമ്മൾ ചെയ്തത്. കാരണം നിങ്ങൾക്കറിയാം എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് കോളേജ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രഹസ്യം നമുക്ക് എല്ലാവരും അറിയാം. ഇതല്ലല്ലോ, ഒരു പൈസ പോലും അപ്പോയിൻമെൻറ്റിനോ മറ്റു പണമൊന്നും സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയ സ്കൂളുകളാണ് MESൻ്റെ അധികം. MESൻ്റെ സ്കൂളുകളിലുള്ള 26-27 സ്കൂൾ CBSE സ്കൂൾ, വലിയ CBSE സ്കൂളാണ്. തിരൂർ സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട്. 4000 കുട്ടികളുണ്ട്. അന്നത് ഇവിടെയുണ്ട് ഒരു 3000-നടുത്ത് കുട്ടികൾ. അതേമാതിരി തന്നെ മോണ്ടിസോറി എന്നൊരു സംഭവം വന്നപ്പോൾ അതിവിടെ ഞങ്ങൾ സിംഗപ്പൂരിലൊരു കല ഉണ്ടാക്കി ഇവിടെ കൊണ്ടുപോകും. അങ്ങനെ അനവധി. അതുപോലെ തന്നെ സ്പോർട്സ് കല ഒക്കെ ഇതിലൊക്കെ തങ്ങൾ വലിയ താല്പര്യം എടുക്കും. മനസ്സിലല്ലേ? നമ്മൾ അറിയാലോ, നമ്മുടെ ആൾക്കാർക്ക് ഇനി മനോജ് ചെയ്യാനും വിളിച്ചിട്ടുണ്ടെന്ന് അത് നിങ്ങൾ വിളിച്ചിട്ടുണ്ടെന്ന് അല്ല. ഊർവശിയും കൂടെ ഊർവശം ഉണ്ടാവും. MES ജില്ലാ പ്രസിഡന്റ് CU മുജീബ് അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് മുഹസിൻ MLA, മുൻ MLA VT ബൽറാം, പ്രൊഫസർ MN കാരശ്ശേരി, A അബ്ദുൽ ഗഫൂർ, CU ഷാഹുൽ അമീദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പഠിക്കുന്ന കാലത്ത് ഞങ്ങളെ കാണുന്ന അതിൽ നിന്ന് കുറച്ചും കൂടെ അപ്പുറത്ത് അടുത്ത ഇടവേളകാലം അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ചില സമയത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അത്യാവശ്യം നന്നായി ഞങ്ങൾ മീഡിയയിൽ പരസ്പരം അല്ലെങ്കിൽ വേദികളിലൊക്കെ രാഷ്ട്രീയമായിട്ട് ഇലക്ഷനുകളൊക്കെ വരുമ്പോൾ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സമയങ്ങളിലൊക്കെ വ്യക്തിപരമായിട്ട് പലപ്പോഴും അതിൻ്റെ ഒരു ക്വാളിറ്റി അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. ഒരിക്കലും വ്യക്തിപരമായിട്ട് നമ്മളെ മോശമാക്കുന്ന ഒരു തരത്തിൽ അദ്ദേഹം സംസാരിച്ചില്ല. രാഷ്ട്രീയ മാന്യത എപ്പോഴും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചില കാര്യങ്ങൾ വളരെ തികച്ചും അനിവാര്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മളത് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന, എനിക്കിപ്പോൾ ചിലപ്പോൾ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതാണെങ്കിൽ പോലും അത് അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ആശുപത്രിയിൽ പോയി തിരിച്ചു വന്ന് അതിനുശേഷം വീണ്ടും പോയിരുന്നു. പക്ഷെ അത്ര സീരിയസ് ആണ് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.